ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? ഹലോ ഹലോ, കേക്കാവോ? എവിടുന്ന് വിളിക്കുന്നേ? എവിടുന്ന് വിളിക്കുന്നു? തൊടുപുഴ. എന്താ ഡിഗ്രി കഴിഞ്ഞ ഒരാളോട് സ്നേഹത്തിലായിരുന്നു, എന്നിട്ട് ഇപ്പം കോണ്ടാക്ട് ഒന്നുമില്ല. അതെന്താ കോണ്ടാക്ട് ഇല്ലാത്തെ? ഞങ്ങള് രണ്ട് കാസ്റ്റായിരുന്നേ. എത്ര നാള് പ്രണയത്തിലായിരുന്നു നിങ്ങൾ? എത്ര നാളായിട്ട് പ്രണയത്തിലായിരുന്നു? ഇപ്പം 10 വർഷം ആവാറായിട്ടുണ്ട്. എത്ര വർഷം? 1 വർഷം ആവാറായി. ഓക്കെ. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്താ പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താ? എന്താണ് പ്രശ്നം? വിളിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താ ചോദിച്ചില്ലേ? പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ലവ് തുടങ്ങിയപ്പോ ഇങ്ങനെ പറഞ്ഞു കല്യാണം കഴിക്കാൻ സാധിച്ചില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞാ തുടങ്ങിയത്. എന്നിട്ട് പകുതി എത്തി കഴിഞ്ഞപ്പം പുള്ളിക്കാരന് ഇപ്പോഴും ഒന്നുമില്ല, എനിക്ക് മാത്രം സീരിയസ് ആയിപ്പോയി. എനിക്ക് മാത്രം സീരിയസ് ആയി? പുള്ളിക്കാരൻ സീരിയസ് അല്ലേ? പുള്ളിക്കാരന് ഞങ്ങള് രണ്ട് കാസ്റ്റായതുകൊണ്ട് ഞങ്ങള് കല്യാണം കഴിക്കണമെന്ന് കഴിക്കാൻ സാധിക്കുമെന്ന് ഡൗട്ട് തുടങ്ങിയത്. ഞാൻ പറയട്ടെ, നമുക്ക് ഈ ഡൗട്ടൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഈ കാര്യത്തിൽ രണ്ടുപേർക്കും ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ പ്രണയം അതിനുശേഷം വിവാഹം എന്നൊരു അവസ്ഥ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ കാര്യത്തില് രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു. ആയിരുന്നു. ഇപ്പൊ അല്ലേ? ഇപ്പോഴും ഇഷ്ടമാണ്. പിന്നെ ദിവസം പിന്നെ കെട്ടിക്കൂടെ? അതിന്റെ അന്വേഷിച്ചിട്ട് ഇതിനകത്ത് താങ്കളുടെ കാമുകന്റെ പേരെന്താ? കാമുകന്റെ പേരെന്താ? കേട്ടില്ല. താങ്കളുടെ ഡാർലിങ്ങിന്റെ പേരെന്താന്ന് ചെവിയിലൂടെ? താങ്കളുടെ കാമുകന്റെ പേരെന്താണ്? ജോർജ്. ജോർജ്. ഓ, ഡിഫറെന്റ് കാസ്റ്റ് മാത്രം ഡിഫറെന്റ് റിലീജിയനും ആണല്ലേ? ഈ കാര്യത്തിൽ ജോർജിന്റെ നിലപാടെന്താ? പുള്ളിക്കാരൻ ഇപ്പൊ വേണ്ടാന്നോ? ജോർജിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? താങ്കളെ വേണ്ട അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് ജോർജ് ആണോ പറയുന്നത്? പുള്ളിക്കാരാണോ പറഞ്ഞത്? അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതിലെ ഈ പ്രണയം ഞാൻ പറഞ്ഞേ, ഇതിനകത്ത് കാമുകി കൈ ഒഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. പിന്നെ കാമുകന്മാരെ തന്നെ ഇതിനകത്ത് സ്റ്റേണായിട്ട് നിൽക്കുന്ന കാമുകൻ തന്നെ കൈ ഒഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പ്രണയം തുടങ്ങുന്ന സമയത്ത് ആദ്യം പറഞ്ഞില്ലേ നമുക്ക് എന്തായാലും കെട്ടാൻ പറ്റില്ല, പിന്നെ ഈ വയ്യാവേലിക്ക് പോണോ എന്ന് ചോദിച്ചപ്പോ ജോർജ് എന്താ പറഞ്ഞേ? താൽക്കാലികം പോകുന്ന വരെ പോട്ടെ എന്നൊരവസ്ഥയായിരുന്നു അല്ലെ? അത് തന്നെയാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. നമുക്ക് റിലേഷൻ സക്സസ് ആവത്തില്ല എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ വെറുതെ ഇതിനകത്തോട്ട് എടുത്തിയാടണോ? ഈ കുറച്ചുനാൾ പ്രണയം എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേരും ആണെങ്കിൽ ഒരു മയലോവാണെന്ന് എല്ലാവരും പറയുന്ന ഒരു പരിധി വരെ ശരിയാണ്. കാരണം നമ്മൾ അതിന്റെ ആഫ്റ്റർ എഫക്ട്സിനെ പറ്റിയോ ഇതിന് ശേഷം വരുന്ന കോൺസിക്വൻസിനെ പറ്റിയോ നമ്മൾ ചിന്തിക്കാറില്ല. പോകുന്നത് വരെ പോട്ടെ എന്ന് കേട്ടി പ്രണയിക്കും. അങ്ങനെ പ്രണയിച്ചാണ് ഇപ്പൊ ആതിരയ്ക്ക് പ്രശ്നം വന്നതും. ഇനിയിപ്പോ ജോർജിനോട് താങ്കൾ ഇപ്പൊ ആതിരയ്ക്ക് എന്താണ് സീരിയസ് ആയിട്ടും സിൻസിയർ ആയിട്ടും പുള്ളിക്കാരൻ ക്രിസ്ത്യൻ ആണെങ്കിലും ആതിരയുടെ വീട്ടുകാർ കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ? ഓക്കെ. വീട്ടുകാർ എതിർത്ത് ആതിര ഇറങ്ങി ചെല്ലുമോ ജോർജ് വിളിച്ചാ? ഇറങ്ങി പോകത്തില്ലേ? കൊള്ളാം. എന്നിട്ട് കുറ്റം മൊത്തം ജോർജിന് അല്ലേ? അപ്പൊ രണ്ടുപേരും പറഞ്ഞിട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ? രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, രണ്ടുപേരും വീട്ടുകാരെ വെറുപ്പിക്കാൻ വിഷമിക്കാനുമേ രണ്ടുപേർക്കും കുഴപ്പമില്ല. എന്നാ ഒരു മറക്കാൻ ബുദ്ധിമുട്ടല്ലേ? അതിന് കുറച്ച് നാളത്തേക്ക് ഇതൊക്കെ ചിന്ത വിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി ആലോചിച്ചാൽ മതി. വേറെ പ്രണയമല്ല, വേറെ കുറച്ച് റിലേഷൻസിൽ എൻഗേജ്ഡ് ആവുമോ അല്ലെങ്കിൽ കുറച്ച് നല്ല പാട്ടുകൾ കേൾക്കുകയൊക്കെ ചെയ്താൽ ഇതങ്ങ് മനസ്സിൽ നോക്കുള്ളൂ. കാരണം താങ്കൾക്ക് ഇപ്പൊ ഭയങ്കര ആത്മാർത്ഥ അസ്ഥിപ്പിച്ച പ്രണയമാണ്. ഓരോ നോട്ടത്തിലും ഇരിപ്പിലും ചിരിയിലും ഒക്കെ അയാളെ വരുന്നു, അയാളെ മറക്കാൻ പറ്റുന്നില്ല, ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ ആയിരുന്നെങ്കിൽ ഇപ്പൊ നോക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജോർജിനെ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുകയോ ജോർജിനെ കോൺടാക്ട് ശ്രമിക്കുകയോ ഒക്കെ ട്രൈ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജോർജിനും കുഴപ്പമില്ല, താങ്കൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ മറക്കാൻ ചെറിയൊരു പാട്. കാരണം നമ്മൾ ഓട്ടോമാറ്റിക് ഒരാളുടെ പ്രണയത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു സുഹൃത്താണെങ്കിൽ പോലും നമ്മൾ അവരോട് പിണങ്ങി കഴിഞ്ഞാൽ അവരൊക്കെ മറക്കാനൊക്കെ ഇച്ചിരി പാടാ അല്ലേ? പക്ഷേ ദൈവം മനുഷ്യൻ കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് മറവി. ഓട്ടോമാറ്റിക്കലി കുറച്ചാൾ തന്നെയാണ് മറന്നോളും. വേറെ എന്തെങ്കിലും എൻഗേജ് ആയിരിക്കാം, വെറുതെ ഇതിനെപ്പറ്റി ആലോചിച്ച് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാം. നിങ്ങൾ ഒരു കാര്യത്തിൽ ഭാഗ്യവതിയാണ് ആതിര. താങ്കൾ ഈ കാര്യത്തിൽ ഒരാൾ മാത്രം സീരിയസ് ആയിട്ടും പെട്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ അത് കുറച്ച് നാൾ വല്ല പാട്ട് കേൾക്കോ അല്ലെ പപ്പടം കാച്ചോ ഒക്കെ ചെയ്താൽ മതി, താങ്കൾ മറന്നു നോക്കോളും. ഓക്കെ. താങ്ക് യു ഫോർ